ഇപ്പോൾ MP രാജേഷ് മന്ത്രി മാധ്യമങ്ങളെ കാണുന്നതിലേക്ക്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് പലതിനുമായി 28,000 കോടി രൂപ പിഴ ചുമത്തിയപ്പോൾ കേരളത്തെ മാത്രം അന്ന് പിഴയിൽ നിന്ന് ഒഴിവാക്കിയത്. മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ കേരളം സ്വീകരിച്ച നടപടികളിൽ തൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടും ആ നടപടികൾ പിന്നീട് പുനരവലോകനം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടുമാണ് അന്ന് കേരളത്തിന് മാത്രം പിഴയിൽ ഇളവ് കിട്ടിയത്, അല്ലെങ്കിൽ പിഴ ചുമത്താതിരുന്നത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടി ചുമത്തിയ പിഴ 28,000 കോടി രൂപയുടേതായിരുന്നു എന്നോർക്കണം. 3,000 കോടിയും 2,000 കോടിയും ഒക്കെ പല സംസ്ഥാനങ്ങൾക്കും പിഴ ചുമത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബ്രഹ്മപുരത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യം വന്നതാണ് കോർപ്പറേഷനുമേൽ ഈ പിഴ ചുമത്താൻ ഇടയാക്കിയത്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇത് വളരെ ഗൗരവത്തോടെ കാണുന്നു, ഈ ഉത്തരവിനെ മാനിക്കുകയും ചെയ്യുന്നു. അടിയന്തരമായിട്ടുള്ള ഇടപെടൽ, യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഇടപെടൽ ഇതിനകം തന്നെ സംസ്ഥാന സർക്കാർ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. മാലിന്യ സംസ്കരണം തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. എന്നാൽ അത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നതുകൊണ്ട് ഇടപെടാതിരിക്കുക എന്നതല്ല സംസ്ഥാന സർക്കാരിന്റെ സമീപനം. കൊച്ചി കോർപ്പറേഷന്റെ കാര്യത്തിലും സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ഉത്തരവ് നടപ്പാക്കുന്നതിൽ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ തുടർച്ചയായി UDF കോർപ്പറേഷൻ അധികാരത്തിലിരുന്ന സമയത്ത് വീഴ്ച വന്ന സന്ദർഭത്തിലാണ് ദുരന്ത നിവാരണ നിയമം ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇടപെട്ടത്. നിയമസഭയിൽ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് ഗ്രീൻ ട്രൈബ്യൂണലിന്റെ നേരത്തെയുള്ള ഉത്തരവ് നടപ്പാക്കുന്നത് സംബന്ധിച്ച അജണ്ട 23 തവണയാണ് കോർപ്പറേഷൻ യോഗത്തിൽ മാറ്റിവെച്ചത്. ആ ഘട്ടത്തിലാണ് ദുരന്ത നിവാരണ നിയമം ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടുള്ളത്. ഇപ്പോൾ ബ്രഹ്മപുരം തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ സംസ്ഥാന ഗവൺമെന്റ് നടത്തുകയുണ്ടായി. മന്ത്രിമാർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഏകോപനത്തിന് സമിതിയെ രൂപീകരിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ യോഗം ചേർന്ന് ആ സമിതിയെ എംപവേർഡ് സമിതിയാക്കി മാറ്റാൻ തീരുമാനിച്ചു. ഇപ്പോൾ ദുരന്ത നിവാരണ നിയമത്തിലെ 24L വകുപ്പ് നൽകുന്ന സവിശേഷ അധികാരങ്ങൾ ജില്ലാതലത്തിലുള്ള എംപവേർഡ് കമ്മിറ്റിക്ക് നൽകിക്കഴിഞ്ഞു. ഇത് നടപ്പാക്കുന്നതിൽ സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ച കർമ്മ പദ്ധതി നടപ്പാക്കുന്നതിലും ചട്ടങ്ങളും നിയമങ്ങളും എൻഫോഴ്സ് ചെയ്യുന്നതിനുമുള്ള ഏത് തടസ്സവും നീക്കാൻ ഈ വകുപ്പ് പ്രകാരം എംപവേർഡ് കമ്മിറ്റിക്ക് അധികാരമുണ്ടായിരിക്കും. ഇപ്പോൾ 2 ഘട്ടങ്ങളിലായി ഒരു കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്ന് മാർച്ച് 13 മുതൽ മെയ് 31 വരെ നീളുന്നതും പിന്നെ സെപ്റ്റംബർ 1 മുതൽ ഡിസംബർ 31 വരെ നീളുന്നതും. ഈ 2 ഘട്ട കർമ്മ പദ്ധതിയിലൂടെ കൊച്ചിയിലെ പ്രശ്നം, മാലിന്യ സംസ്കരണത്തിന്റെ പ്രശ്നം, ബ്രഹ്മപുരത്തിന്റെ മാത്രമെന്നതല്ല, മാലിന്യ സംസ്കരണത്തിന്റെ ആകെ പ്രശ്നം, അതിൽ വലിയ തോതിലുള്ള പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അല്ല, ഇക്കാര്യത്തിൽ NGTയുടെ ഉത്തരവ് വിശദമായി പഠിച്ച ശേഷം, ഇപ്പോൾ ഞാൻ ഉത്തരവ് ഇപ്പോൾ കിട്ടിയതേ ഉള്ളൂ, ഒന്ന് ഓടിച്ചു വായിച്ചു നോക്കാൻ മാത്രമേ സമയം കിട്ടിയിട്ടുള്ളൂ. വിശദമായിട്ട് പഠിച്ച ശേഷം നിയമപരമായ ഉചിതമായിട്ടുള്ള നടപടി സർക്കാർ സ്വീകരിക്കും. സർക്കാരിന്റെ ഉത്തരവാദിത്വം സർക്കാർ നിറവേറ്റുക തന്നെ ചെയ്യും. ഇതിൽ ഈ ഉത്തരവിൽ ഒരു കാര്യം പറയുന്നുണ്ട്. പാര 5 പറയുന്നത് ഈ അശാസ്ത്രീയമായിട്ടുള്ള മാലിന്യ സംസ്കരണത്തിന്റെ പ്രശ്നം 2012 മുതൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ന്. ഇപ്പൊ പെട്ടെന്നുണ്ടായത് ഇതാണ്. നിയമസഭയിൽ ഞാനും പറഞ്ഞത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പറഞ്ഞത് അതാണ്. ഇത് കഴിഞ്ഞ ഒരു ദശകമായിട്ട് അവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ച മാലിന്യ മലയ്ക്കാണ് തീപിടിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏതാനും മാസങ്ങൾ കൊണ്ടുണ്ടായ പ്രശ്നമല്ല, അല്ലെങ്കിൽ 1-2 വർഷം കൊണ്ടുണ്ടായ പ്രശ്നമല്ല. അത് NGTയുടെ ഉത്തരവിലും കൃത്യമായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദശകത്തിലേറെ കാലമായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രശ്നം ഇത്രയും കാലം കൊണ്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു ക്രൈസിസ് ആണ്. അത് പരിഹരിക്കാനുള്ള യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികളാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്,
NGT ഇപ്പോൾ പിഴ ചുമത്തുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം 2012 മുതലുള്ള പ്രശ്നമാണിത് എന്നാണ്. അപ്പോൾ ആ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഇത്രയും കാലം കൊണ്ടുണ്ടായിട്ടുള്ള വീഴ്ച, അപ്പോൾ പറഞ്ഞ എല്ലാ കാര്യവും ഞാൻ ആവർത്തിക്കേണ്ടതില്ലല്ലോ. ഞങ്ങൾ നിയമസഭയിൽ തന്നെ ചൂണ്ടിക്കാണിച്ചു, 2009 സീറോ വേസ്റ്റ് നഗരമായിട്ട് അന്നത്തെ കേന്ദ്രമന്ത്രി ജയ്പാൽ റെഡ്ഡിയിൽ നിന്ന് പുരസ്കാരം നേടിയ നഗരസഭയാണ് കൊച്ചി എന്ന് ഓർക്കണം. 2009 അന്ന് അവിടെ LDF അധികാരത്തിലിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇത് LDF UDF തർക്കമൊന്നും ആക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ വസ്തുതകൾ പറഞ്ഞു പോകുമ്പോൾ എല്ലാം നമ്മൾ പറയണ്ടേ. 2010 ശേഷം സ്ഥിതിഗതികളിൽ മാറ്റം വന്നു. എന്തിനാണ് കോർപ്പറേഷന്റെ ഫണ്ട് ഉപയോഗിച്ച് കോർപ്പറേഷൻ വാങ്ങിയ ബ്രഹ്മപുരത്തെ സ്ഥലത്തേക്ക് പരിസരത്തെ എല്ലാ മുനിസിപ്പാലിറ്റികളിൽ നിന്നുമുള്ള മാലിന്യം കൊണ്ടുവരാൻ തീരുമാനിച്ചത്? അത് ബ്രഹ്മപുരത്തേക്കുള്ള അവിടെ നിക്ഷേപിക്കുന്ന മാലിന്യത്തിന്റെ അളവ് ഗണ്യമായിട്ട് വർദ്ധിക്കാനിടയാക്കി. ഇത്ര വലിയ മാലിന്യമല അവിടെ രൂപപ്പെടാൻ ഇടയാക്കിയത് തെറ്റായിട്ടുള്ള ഈ തീരുമാനമായിരുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇപ്പോൾ എന്തായാലും ഇത് അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി പോകേണ്ട ഒന്നായിട്ട് സർക്കാർ കാണുന്നില്ല. പ്രശ്നത്തിന് പരിഹാരമാണ് ഉണ്ടാവേണ്ടത്. പരിഹാരമുണ്ടാകുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തുമെന്നതിന്റെ തെളിവാണ് ഇതിനകം തന്നെ സ്വീകരിച്ചിട്ടുള്ള നടപടികളെല്ലാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, NGT ഉത്തരവ് വിശദമായി പഠിച്ച് അക്കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കും. കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഈ വിഷയങ്ങൾ ഇരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കിയിട്ടുണ്ട്, അഫിഡവിറ്റായി തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. ഹൈക്കോടതി തീ അണയ്ക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെ അഭിനന്ദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഹൈക്കോടതിയിൽ ഇതിന് ഈ അപ്പീൽ വേണമെങ്കിൽ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ കോർപ്പറേഷനോ പോകാം. സർക്കാരിന് അത് തോന്നുന്നത് കോർപ്പറേഷൻ അങ്ങനെ ഒരു നടപടി സ്വീകരിക്കുന്നത് സർക്കാർ പിന്തുണയ്ക്കും. അപ്പീൽ പോകുന്നു. ഇവിടെ ഈ പ്രശ്നം യാഥാർത്ഥ്യ ബോധത്തോടെ തിരിച്ചറിയുകയും അത് പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാവുകയുമാണ് വേണ്ടത്. അത് കോർപ്പറേഷൻ മേയർ പറഞ്ഞതിനെ പറ്റി എനിക്കറിയില്ല, അദ്ദേഹത്തോട് ചോദിക്കണം. സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ മുമ്പിലുള്ള പ്രയോറിറ്റി ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നതിലാണ്. പരിഹാരം കാണുന്നതിന് എല്ലാവരുടെയും പിന്തുണയും സഹായവും ആവശ്യമുണ്ട്. മാധ്യമങ്ങളുടെ പിന്തുണയും ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ കേരളത്തിന് മാത്രം പിഴ ചുമത്താതിരുന്നത് ഒരു വലിയ വാർത്തയായി ആയിരുന്നില്ല, ആരും അറിഞ്ഞിട്ടില്ല. പക്ഷേ കോർപ്പറേഷനൊരു പിഴ വന്നപ്പോൾ അതൊരു വലിയ പ്രാധാന്യമുള്ള വാർത്തയാവുന്നു. അതിന് വിരോധമില്ല. പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്ക് മാധ്യമങ്ങളുടെ പിന്തുണ കൂടി ഉണ്ടാവണം. ഇപ്പൊ നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടതിൽ രേഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അത്തരം സ്ഥാപിത താല്പര്യങ്ങളുടെ കൂടെയൊന്നും മാധ്യമങ്ങൾ നിൽക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. സർക്കാരിന് ഇതിൽ പിന്തുണ വേണം. ഒരു ക്രൈസിസ് ഉണ്ടാവുമ്പോൾ മാത്രം നമ്മൾ സർക്കാരിനെ വിമർശിക്കുക, എല്ലാവരും കൂടി മുറവിളി കൂട്ടുക, അത് ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ മാലിന്യ സംസ്കരണം സംബന്ധിച്ചിട്ടുള്ള ചട്ടങ്ങൾ, നിയമങ്ങൾ ഇവ പാലിക്കുന്നു എന്ന് ഉറപ്പാക്കണം, നടപ്പാക്കുന്നു എന്ന് ഉറപ്പാക്കണം. നടപ്പാക്കുന്നു എന്ന് ഉറപ്പാക്കാനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം തദ്ദേശ സ്ഥാപനങ്ങളുടേതാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ ഇത് ചെയ്യുന്നു എന്ന് ഉറപ്പാക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ ആത്യന്തികമായിട്ട് ഇത് പാലിക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. അത് ഓരോ വ്യക്തിക്കും ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള കർമ്മ പദ്ധതി വ്യക്തികൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, സംസ്ഥാന സർക്കാർ, ഈ 3 സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി നിർണയിച്ചുകൊണ്ടുള്ളതാണ്. അപ്പോൾ 3 കൂട്ടരും യോജിച്ച് വേണം ഇക്കാര്യത്തിൽ പ്രവർത്തിക്കാൻ. ഓരോ മാലിന്യം ജനറേറ്റ് ചെയ്യപ്പെടുന്ന, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യത്തിന്റെ കാര്യത്തിൽ ചില ഉത്തരവാദിത്വങ്ങൾ വ്യക്തികൾക്കുമുണ്ട്. അത് ഉറവിട മാലിന്യ സംസ്കരണം തുടങ്ങിയ കാര്യങ്ങളിൽ അത് വരുന്നുണ്ട്. മാലിന്യം വലിച്ചെറിയാതിരിക്കുക, ഹരിതകർമ്മസേനയ്ക്ക് ഈ അജൈവ പഴവസ്തുക്കൾ കൈമാറുക, ഹരിതകർമ്മസേനയ്ക്ക് ഈ യൂസർ ഫീ നൽകുക. എന്നാൽ കേരളത്തിൽ നമ്മൾ അടുത്ത കാലത്ത് കണ്ടത് സംഘടിതമായ ഒരു പ്രചരണമാണ്. ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തുകയുണ്ടായി. ഹരിതകർമ്മസേനാംഗങ്ങളെ പിടിച്ചുപറിക്കാരായിട്ട് ചിത്രീകരിക്കുന്ന സാമൂഹിക വിരുദ്ധമായിട്ടുള്ള പ്രചരണം നടത്തുകയുണ്ടായി. അപ്പൊ അതിലെല്ലാം പൊതുവിൽ ഒരു സമൂഹത്തിന്റെ ഒരു അവബോധം ഇക്കാര്യത്തിലെല്ലാം ഉണ്ടാവേണ്ടതുണ്ട്. സർക്കാർ എന്തായാലും ഇപ്പോൾ
കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അടിസ്ഥാന സമീപനം ജൈവ മാലിന്യം ഉറവിടത്തിൽ സംസ്കരിക്കുക, അജൈവ മാലിന്യം ഹരിതകർമ്മ സേന വഴി വാതിൽപ്പടി ശേഖരണം ഉറപ്പാക്കുക, എന്നിട്ട് അത് തരംതിരിച്ച് ക്ലീൻ കേരള കമ്പനിയും സ്വകാര്യ ഏജൻസികളും ഉൾപ്പെടെയുള്ളവയിലൂടെ അത് പ്രോസസ്സ് ചെയ്യുക, സംസ്കരിക്കുക എന്നതാണ് അടിസ്ഥാന സമീപനം. തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഹരിത ട്രൈബ്യൂണലിന്റെ ഉത്തരവ് അംഗീകരിക്കുന്നു, ഗൗരവത്തോടെ ഉത്തരവ് കാണുന്നുവെന്നും മാനിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു. യുദ്ധകാലാടിസ്ഥാനത്തിൽ സർക്കാർ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. വിഷയത്തിൽ NGT ഉത്തരവ് നടപ്പാക്കുന്നതിൽ UDF സർക്കാരിന്റെ കാലത്താണ് വീഴ്ചയുണ്ടായിരിക്കുന്നതെന്ന് മന്ത്രി ആരോപിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അപ്പീൽ പോകുന്നതിൽ നഗരസഭ തീരുമാനം എടുക്കട്ടെ എന്നും മന്ത്രി പറയുന്നു.